ഒരു മല്ലികാമ്മയുടെ ഇത്രയും വലിയ അപ്രിസിയേഷനൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ. ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മീഡിയാസിനോടും നന്ദി. നമ്മളിതിനു മുമ്പ് ഒരു പ്രസ് മീറ്റ് ആദ്യം വിളിക്കുമ്പം ഈ പടം സക്സസ് ആയിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചു. വളരെയധികം സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ, നിങ്ങളുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെയധികം സന്തോഷം. മല്ലികാമ്മ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹിറ്റാവുക എന്നുള്ള പരം സന്തോഷം വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കോൾസും അപ്രീസിയേഷനും. ഞാനിപ്പോൾ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അവിടെ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ ആൾക്കാരെ പടം വിജയിച്ചല്ലോ, ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ, ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അൽബിച്ചൻ എല്ലാം നമ്മുടെ ആൾക്കാരാണ്. വളരെയധികം സന്തോഷം. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് എഴുതാനും ചെയ്യാനും സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിലെനിക്കും വേഷം ഉണ്ടാവട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. അമ്മി, ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വപ്നം കാണുന്നതിലും അപ്പുറം ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ പറഞ്ഞൊരു മല്ലികാമ്മയുടെ ഇത്രയും വലിയ അപ്രിസിയേഷനൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ. ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പറ്റി പറയുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നു, ഇനി ഇതിലും വലുത് എന്ത് വേണം, സത്യം ഇനി ഇതിൽ വലുത് എന്ത് വേണം എന്ന് ചോദിച്ചെനിക്ക്. കാരണം ഒരു പടത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് സീനിയറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് എൻ്റെ ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു ഫസ്റ്റ് പടമാണ്. ഒന്നും പറയാനില്ല. താങ്ക് യു. പറഞ്ഞ കൈതു പോവും, അതുകൊണ്ടാണ്. சார் கார்த்திகேயன் சார், நான் இங்கே வந்ததுல இருந்து கார்த்திக் சார்னு நிறைய பேர் பேசுகிறாங்க. நான் இந்த கார்த்திக் சார்னு நினச்சேன். உண்மையிலே ஐ எம் ஸோ சாரி. நான் எனக்கு தெரியல உங்கள் பேர் கார்த்திகேயன் சார் அப்படி இப்படின்னெல்லாம் இந்த விஜேஷ் சொல்லியிருக்காங்க. பட் நீங்கள் தான் அந்த ஆளுன்னு எனக்கு இப்போ தான் தமிழில் பேசும்போது தான் புரியுது. ஐ எம் ஸோ சாரி. ரொம்ப சந்தோஷம்.